ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. അപ്പോൾ മക്കളെ, അങ്ങനെ തിരിച്ചു വന്നിരിക്കുവാണ്. കുറച്ച് ദിവസം പനിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പനി മൊത്തമായിട്ട് മാറിയിട്ടില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. എങ്കിലും ഇപ്പം ലാബ് എക്സാം ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ മാറിയിരിക്കുന്നത് ശരിയല്ലല്ലോ. സോ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നതാണ് മക്കളെ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാക്സിമം എനർജി തന്നെ നിങ്ങൾക്ക് ക്ലാസ് നൽകി നിങ്ങളെ മനസ്സിലാക്കിക്കുന്നതായിരിക്കും. സോ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, പനിയൊക്കെ ആ ഒരു സൈഡിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ 2023 ലിമിറ്റ്സ് എന്ന് പറയുന്ന ലാബ് 13 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ലാബാണ്. പഠിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നൊരു ചാപ്റ്ററാണ്, പക്ഷേ ലാബ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ലാബ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് പാടാണ് പഠിക്കാൻ, പക്ഷേ ലാബ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഗുണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ മക്കളെ. 2023 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. 2025 ഇത്തവണ 2025 നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റൊന്നും തരത്തൊന്നുമില്ല, കാരണം കമ്പ്യൂട്ടറിലാണ്, സോഫ്റ്റ്വെയറിലാണ്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ താഴത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3 എക്സ് സ്ക്വയർ. ഇവർ തന്നിട്ടുണ്ട്, ഇതേപോലെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയറിലാണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ ഇതിങ്ങനെ കോപ്പി ചെയ്യുക. സോഫ്റ്റ്വെയറിലായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാം. മക്കൾ എങ്ങനെയാണ് ഇത് നേരെ ഇങ്ങനെ കോപ്പി ചെയ്യുക, Ctrl+C അടിക്കുക. ഓക്കെ, Ctrl+C അടിക്കുക. എന്നിട്ട് നമ്മുടെ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത ശേഷം ഇതൊക്കെ ഒന്ന് പഴയ പോലെ ആക്കട്ടെ. ഓക്കെ, ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത ശേഷം Ctrl+V അടിക്കുക. ഓക്കെ, അവിടെ നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തുക കേട്ടോ മക്കളെ. കണ്ടല്ലോ, എക്സ് സ്ക്വയർ മൈനസ്, അവരെന്താ ടൈപ്പ് ചെയ്തിരിക്കുന്നത് വേണം നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. നോക്കിയാൽ എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ എന്താണ് എക്സ് സ്ക്വയർ മൈനസ്, ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ചിരിക്കണം, നോക്കി എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ ലിമിറ്റ് ആണല്ലോ, ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മക്കളെ എക്സ് ലെസ് ദാൻ 3 ആകുമ്പോഴും എക്സ് ലെസ് ദാൻ 3 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ എന്താണ് ഫംഗ്ഷൻ ഇത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 മൈനസ് 2. ഓക്കെ, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എന്താണ് ഫംഗ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എക്സ് ആണ് ഫംഗ്ഷൻ. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന സംഭവം. മനസ്സിലായണം മക്കളെ? ഒന്നുകൂടെ പറയാം. ഇത് എടുത്തെഴുതുമ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെ വേണേൽ എടുത്തെഴുതാം. ഇതിന് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. നോക്കിയാൽ എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ, ഒന്ന് മാറ്റട്ടെ മക്കളെ. ഓക്കെ, എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 2x എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2 ആണ് എപ്പോൾ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3 ആകുമ്പോൾ. അതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എന്താണ് എക്സ് ആണ് ഫംഗ്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എക്സ് ആണ് ഫംഗ്ഷൻ. സോ ഇത് തന്നെയല്ലേടാ മക്കളെ നമുക്ക് ഗ്രാഫിൽ കിട്ടിയിരിക്കുന്നത്. നോക്കി, എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2 കണ്ടല്ലോ, കറക്റ്റ് ആണ്. ഓക്കെ, ശരിയാണ്. വേണം നമുക്ക് ഇങ്ങനെ വെരിഫൈ ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ദ എബോവ് ഇൻപുട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. നമ്മൾ വരച്ചു കഴിഞ്ഞു, 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഒബ്സർവ് ദി ഗ്രാഫ്സ് ഒബ്സർവ് ചെയ്ത് റൈറ്റ് ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3 ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എഴുതുക. അതുകൂടാതെ എക്സിസ്റ്റൻസ് ഓഫ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ, ലിമിറ്റിന്റെ എക്സിസ്റ്റൻസ് പറയുക. എക്സ് ഈക്വൽ ടു 3 എടാ, അതും എളുപ്പമാണ്. അതിന്റെ കളർ ഒന്ന് ജസ്റ്റ് അത് ചേഞ്ച് ചെയ്യുവാണേ. ഓക്കെ, പേനയുടെ കളറും ഇതിന്റെ കളറും സെയിം ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നുള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ എക്സ് 3 എന്ന് പറയുന്ന ആ ഒരു പോയിന്റില്, 3 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റില് നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എഴുതാനാണ് പറഞ്ഞത് മക്കളെ. നമ്മൾ ലിമിറ്റിന്റെ കേസിൽ ലെഫ്റ്റ് ലിമിറ്റിനെ നമ്മൾ LHL എന്ന് പറയും അല്ലേ, LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ലിമിറ്റിനെ RHL എന്ന് പറയും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതറിയാവുന്ന കാര്യമാണല്ലോ. അറിയാവുന്ന കാര്യമല്ലെങ്കിലും ഇനി അറിയുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ 4 ലെഫ്റ്റിൽ കൂടെ വരുമ്പോഴുള്ള വാല്യൂ ഫംഗ്ഷൻ വാല്യൂവും റൈറ്റിൽ കൂടെ വരുമ്പോഴുള്ള ഫംഗ്ഷൻ വാല്യൂവിലെയും നമ്മുടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ, ലിമിറ്റ് വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമേ
നമുക്ക് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ LHലും RHലും എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ പ്രോബ്ലത്തിൽ ഇട്ട് കൊടുത്ത് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗ്രാഫിലൂടെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക നിങ്ങളതേ 3യുടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, 3യുടെ റൈറ്റ് സൈഡിൽ എന്താണ്. ഓക്കെ, സിമ്പിളായിട്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കോട്ടെ, വളരെ എളുപ്പമാണ്. എൻ്റെ കൂടെ തന്നെ നോക്കിക്കോട്ടെ മക്കളെ. 3യുടെ ഇടത് സൈഡ് തൊട്ടിപ്പുറത്ത് ആരാണ്? 3യുടെ തൊട്ടിപ്പുറത്ത് ദേ നമ്മുടെ ഫംഗ്ഷൻ വൈയുടെ വാല്യൂ, വൈ ആർ ഏതിൻ്റെ നേരെയാണ്? 1ന്റെ നേരെ അല്ലേ. സോ ഇവിടുത്തെ LHL എന്ന് പറഞ്ഞ ആരാണ്? 3 ആണ്. ഓക്കെ, ഇവിടുത്തെ RHL 3യുടെ തൊട്ട് റൈറ്റ് സൈഡിൽ ആരാണ്? നോക്കി, തൊട്ട് റൈറ്റ് സൈഡിൽ ആരാണ്? അതിന് നേരെയുള്ള ആരാണ്? 3. അപ്പോൾ LHL അല്ലല്ലോ, LHL 1. സോറി മക്കളെ, LHL എന്ന് പറയുമ്പോൾ 3യുടെ ലെഫ്റ്റ് സൈഡിൽ ആരാടാ? 1 അല്ലേ. LHL 1ഉം RHL ആരാണ്? RHL. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആരാണ്? ഇവിടെ ഇത് അല്ലേ, ഇതാണ് ആരാണ്? 3. സോ LHലും RHലും എടുത്തെഴുതി കണ്ടല്ലോ. LHലിനും RHലും നമ്മൾ ഇങ്ങനെ അല്ലാതെ വേറെ രീതി എഴുതും. എങ്ങനെ എഴുതും? ലിമിറ്റ് x ടെൻസ് ടു 3 - f of x എന്ന് എഴുതും. 3 - f of x എന്താണ്? അതാണ് LHL, അതാണ് 1. ലിമിറ്റ് x ടെൻസ് ടു 3 + f of x എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ 3ന്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ അതാരാണ്? 3. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണോ എഴുതാം. LHL RHL എന്ന് എഴുതിയാലും ഓക്കെയാണ്, നോ പ്രോബ്ലം ആണ് കേട്ടോ മക്കളെ. അതൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം കറക്റ്റ് കൺസെപ്റ്റ് ആണ് അതൊക്കെ. അപ്പോൾ LHലും RHലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ എടുത്തെഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതെടുത്തെഴുതിയല്ലോ. എത്രയാണ്? 1ഉം 3യും. ഇനി ഈ 3യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. മക്കളെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ 3യിൽ 1 ആണ്, മറ്റേതിൽ 3 ആണ്. എന്ന് പറയാം LHലും RHലും സെയിം ആണോ? അല്ല. അപ്പം നമുക്ക് എഴുതാം LHL നോട്ട് ഈക്വൽ ടു RHL. LHലും RHലും ഈക്വൽ അല്ല. therefore limit does not exist എവിടെ? അറ്റ് x = 3. 3യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേടാ മക്കളെ? ഒരു പാടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണേൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണേൽ എഴുതാം, എന്ത് വേണേൽ എഴുതാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പഠിക്കും, സിമ്പിളായിട്ട് പഠിക്കും, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിൻഡോ എടുത്ത് ചെയ്യാം. എനിക്ക് ഡിലീറ്റ് ചെയ്ത് ആ വിൻഡോ തന്നെ ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, രണ്ടാമത്തെ ഇതേപോലെ നോക്കിയിട്ട് സെയിം കാര്യം നമുക്ക് നോക്കാം. 3യിലെ കാര്യം തന്നെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഞാനിത് കോപ്പി ചെയ്തു മക്കളെ, എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. മക്കളെ നോക്കിക്കടാ, ലിമിറ്റ് 3യിലെ ലിമിറ്റ് വാല്യൂ പറയാനാണ് പറഞ്ഞത്. 3യിലെ ലിമിറ്റ് വാല്യൂ നമുക്ക് പറയണം. സിമ്പിളായിട്ടാണ് മക്കളെ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും അല്ലേ. നോക്കി, LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആരാണ്? ഇവിടെ 3ന്റെ ഇപ്പുറത്തെ സൈഡിൽ ആരാടാ? അതേ ആരാണ്? 2 അല്ലേ. LHL 2 ആണ്. സോ RHL 3യുടെ റൈറ്റ് ഹാൻഡിലുള്ളത്, തൊട്ട് റൈറ്റ് സൈഡിലുള്ളത് ആരാണ്? 4. RHL 4. LHലും RHലും കിട്ടി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? LHലും RHലും രണ്ടല്ലേടാ മക്കളെ. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെയിം കാര്യം തന്നെ എഴുതി വെക്കാം. LHL നോട്ട് ഈക്വൽ ടു RHL. അപ്പൊ വൈവ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതിന്റെ കാര്യം എന്താണ് സാറേ? അപ്പൊ പറയണം സാറേ, അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം അല്ല, അതുകൊണ്ട് അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. therefore limit does not exist. exist at x = 3. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ കാര്യം? ഇനി ഡൗട്ട് ഉള്ളവർ വേണമെങ്കിൽ മാനുവലായിട്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കിയോ. 3യിൽ ഇവിടെ വേണമെങ്കിൽ 3ക്കകത്ത് ഇട്ട് കൊടുക്കണം മക്കളെ. x ലെസ് ദാൻ ഈക്വൽ 3 ആകുമ്പോൾ LHL ഇവിടെ 3 ഇട്ട് കൊടുക്കുക. 2 × x 3 ഇട്ട് കൊടുക്കുക. 3² - 8 × 3 + 8. ഇവിടെ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുക. അപ്പോൾ എന്ത് വരും? 2 × 3² നമ്മൾ 2 × 3 9 -24 + 8. അപ്പോൾ 18 - 24 + 8. 18 8 26. 26ൽ നിന്ന് 4 കുറച്ചാൽ 24 കുറച്ചാൽ 2. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എത്ര സിമ്പിളായിട്ട് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇനി RHL കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. 2x - 2-നകത്ത് x > r = 3-കകത്ത് ഇട്ട് കൊടുത്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് അതും കിട്ടും. എന്ത് കിട്ടും? 2 × x - 3 എന്നല്ലേ. 2 × 3 - 2. അപ്പോൾ അത് 6 - 2 എത്രയാടാ? 4. കണ്ടാ, അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു. മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ കണ്ടുപിടിക്കാം.
ഓക്കെ, ഇത് നമ്മളെ തിയറി എക്സാമിനകത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേക്കാം മക്കളെ. ഇതും കൂടെ നിങ്ങൾക്ക് തന്നെ എഴുതാനേ ഉള്ളേ. അത് നിങ്ങൾക്ക് ഞാൻ തരുവാണേ. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാം, എഴുതാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ മക്കളെ, നോക്കി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ത്രീയിലെ തന്നെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ. 3 എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് മക്കളെ. വീഡിയോ പോസ് ആക്കിയിട്ട് എഴുതിക്കേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് എഴുതാം. LHL വീഡിയോ പോസ് ആക്കിയിട്ട് എഴുതി. ഓക്കെ, എന്നിട്ട് ബാക്കി കാണുക കേട്ടോ. ഓക്കെ മക്കളെ, എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ചെയ്ത് നോക്കുക. LHL 3യിലെ ലെഫ്റ്റ് തൊട്ടിടത് ഭാഗത്തുള്ളത് ആരാടാ? ഇത് -1. LHL -1. RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3ന്റെ വലത് സൈഡിൽ ആരാടാ? ഇവൻ ആരാട്? 2. LHLും RHLും സെയിം ആണോ? അല്ല. സെയിം കാര്യം തന്നെ വീണ്ടും എഴുതി വെച്ചോ. LHL നോട്ട് ഈക്വൽ ടു RHL, therefore ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x ഈക്വൽ ടു 3. x ഈക്വൽ ടു 3യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് സിമ്പിളായിട്ട് എഴുതി വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? കാര്യം എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, സിമ്പിളായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ എളുപ്പമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1. പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു. സോ ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയതായല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ലൈഡർ എ ക്രിയേറ്റ് ചെയ്യുക. 0.1 ആണ് ഇൻക്രിമെന്റ്. അപ്പോൾ നമുക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്ലൈഡർ ടൂൾ എടുത്തു, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. എ എന്ന് ഓൾറെഡി വന്നു. 0.1 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. സ്ലൈഡർ ഓക്കെ, അവിടെ കിടക്കട്ടെ. നല്ല രസമായിട്ട് ഇത് ചെയ്യാൻ. എന്നിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മക്കളെ, ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചിലവർക്ക് ഇത് കോപ്പി ചെയ്യുമ്പോഴത്തേക്കും വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അടിക്കേണ്ടത്? താഴത്ത് ഈഫ് x ലെസ് ദാൻ 2. അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഇനി അതും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഈഫ് അടിക്കുക. ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരും. ഓക്കെ, പിന്നെ അത് എന്താണ് നമുക്ക് വേണ്ടത്? ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടല്ലോ, ഈഫ് അടിക്കുക. എന്നിട്ട് ബ്രാക്കറ്റില് ഈഫിനകത്ത് ഏതൊക്കെ വരും? ഇങ്ങനെ കുറെ വരുമല്ലോ. ഈഫ് കണ്ടല്ലോ മക്കളെ. ഇതിൻ്റെ അകത്ത് ഈ രണ്ടാമത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആ പറഞ്ഞിരിക്കുന്ന പോലെ ടൈപ്പ് ചെയ്താൽ മതി. എന്താണ്? x ലെസ് ദാൻ ഈക്വൽ ടു 2 ആകുമ്പോൾ x ലെസ് ദാൻ ഈക്വൽ ടു 2, x ലെസ് ദാൻ 2 ടാബ് x ലെസ് ദാൻ 2 ആകുമ്പോൾ എന്താണ്? കണ്ടല്ലോ, എ ബ്രാക്കറ്റിനകത്ത് x² -1. മക്കളെ, സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് ഗുണമെന്ന് വെച്ചാൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? നോക്കി ടൈപ്പ് ചെയ്യുക. നോക്കി ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. ഞാനിത് വീണ്ടും ബാക്ക് അടിച്ച് നോക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാനൊന്ന് മാറ്റുവാണേ മക്കളെ. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? കാര്യം പിടികിട്ടില്ല മക്കളെ? എന്തൊക്കെയോ പരസ്യമൊക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ ഞാനിത് കോപ്പി ചെയ്യുവാണ്. നേരെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ തന്നെ വരും. കണ്ടല്ലോ, ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരും. നിങ്ങൾ താഴത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നോളും. ആ എടുക്കേണ്ട ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ. സോ അത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഗുണങ്ങളുണ്ട്. സോ വന്നു മക്കളെ, ഇതേ നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. അപ്പോൾ പുതിയ രീതി അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തരാനുള്ള സാധ്യതയും ചിലപ്പോൾ കുറവാണ്, പുതിയ രീതി അനുസരിച്ച്. പക്ഷെ എനിക്ക് 2025 ഇതിങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അടുത്ത വർഷം തൊട്ട് മിക്കവാറും ഇതിങ്ങനെ തരത്തുള്ളൂ. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ വർഷം തൊട്ട് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ തന്നെ തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അടുത്ത വർഷം തൊട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്യാൻ പഠിക്കേണ്ടി വരും. അതെങ്ങനെയാണ് കാണുമ്പോൾ മനസ്സിലാക്കണം. എന്താണ്? കണ്ടല്ലോ, ഇതിനെ എഴുതുന്നത് എങ്ങനെയാണ്? ഈഫ് x ലെസ് ദാൻ 2 ആകുമ്പോൾ a ഓഫ് x² -1 a ഇൻറ്റു എന്ന് പറയുമ്പോഴത്തേക്കും, പക്ഷേ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് തരും മക്കളെ. കാരണം ഇവിടെ സ്ലൈഡർ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യം അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ തരും. എന്തായാലും ഈ വർഷമൊന്നും ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇനി വരും വർഷങ്ങളിൽ അവർ മാറ്റം വരുത്താനുള്ള സാധ്യത, ഇത് തരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, നിങ്ങളെ പേടിപ്പിക്കാണ്ട് പറഞ്ഞതല്ല, ഒന്നും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ ഓക്കെ, നമ്മൾ ഗ്രാഫ് വരച്ചു, ഗ്രാഫ് സ്കെച്ച് ചെയ്തു. ഓക്കെ, കാര്യങ്ങൾ ഇവിടം വരെ റെഡിയായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡർ സോ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ f of x exists at x equal to റൈറ്റ് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡർ a at the limit. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ.
2-ലെ കാര്യം ചോദിച്ചിരിക്കണം അല്ലേ? 2-ലേടാ നോക്കട്ടെ. 2-ലെ കാര്യം അറ്റ് x = 2. ഓക്കെ, 2-ലെ കാര്യമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2-ലെ കാര്യം പറഞ്ഞെങ്കിൽ 2-ലെ കാര്യം നോക്കി. 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ആരാണ് ലിമിറ്റ് വാല്യൂ? 3 അല്ലേ? ഇവിടെ ഇപ്പോൾ LHL എന്ന് പറയുന്നത് 3 ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ ആരാണ്? ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ -3 ആണ്. RHL എന്ന് പറയുന്നത് -3 ആണ്. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ടും സെയിം വാല്യൂ ആകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ചെയ്യണമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് ഓക്കെ ആക്കണം. അത് രണ്ടും LHL RHL സെയിം ആക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാക്കുമ്പോൾ കിട്ടുന്ന എയുടെ വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എടാ വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ നീക്കുമ്പോൾ ഗ്രാഫ് മാറുന്ന കണ്ടോ? എടാ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാന്ന് വെച്ചോ. ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒരേപോലെ ആക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇത് സിമ്പിൾ ആയിട്ടും പറയുകയാണ്. ഇത് ഇവിടുന്ന് മുറിച്ച് ഇപ്പുറത്ത് വെച്ചിരിക്കും. അതെ, ഇതും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ LHL RHL സെയിം ആയി. എടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതിന്റെ കാര്യം LHL RHL ഈക്വൽ ആണ്. ഇടതുവശത്തുള്ള ആളും വലതുവശത്തുള്ള ആളും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് എൻ്റെ ഇപ്പുറത്തെ അയൽക്കാരൻ, ഇടത് സൈഡിലെ അയൽക്കാരൻ അറിയാമല്ലോ, നമ്മുടെ വീടിന്റെ ഇപ്പുറത്തെ സൈഡിലെ അയൽക്കാരൻ, ഇത് ഇപ്പുറത്തെ സൈഡിലെ അയൽക്കാരൻ. ഓക്കെ, ഇവർ രണ്ടുപേരും ഒത്തൊരുമയോട് പോയെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇവനും വേറെ ഇവൻ പറയുന്നത് വേറെ, ഇവൻ പറയുന്നത് വരെ ഇടിയാകും. അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം സ്നേഹം. അപ്പോൾ ഇവർ തമ്മിൽ LHL RHL ഈക്വൽ ആയെങ്കിൽ മാത്രമേ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? രണ്ടയൽക്കാരും നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടയൽക്കാരും പ്രശ്നക്കാരനാണെങ്കിലോ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലേ? ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? LHL RHL സെയിം ആക്കുക, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇവരെ രണ്ടുപേരും ഒരുമിച്ചാക്കുക. എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പയ്യെ ഈ എ അങ്ങ് നീക്കും. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ പോവാണേ. നമ്മൾ പയ്യെ നമ്മുടെ ഇടതുവശത്തുള്ളവനും വലതുവശത്തുള്ളവനും രണ്ട് തമ്മിൽ മിണ്ടത്തില്ല, വഴക്കാണിപ്പോൾ. കാരണം അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അവരെ തമ്മിൽ നമ്മൾ ഒരേപോലെ ആക്കാൻ പോകുന്നത് നോക്കിക്കോ. ആ എ വാല്യൂരെ പയ്യെ മാറ്റി കൊണ്ടുവരിക. ഇപ്പോൾ ഒരുമിക്കും രണ്ടുപേരും ഇപ്പോൾ ഒത്തൊരുമയോടുകൂടി ഇതേ യെസ് കണ്ടല്ലോടാ, രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു വെച്ചു എന്ന് ഓർത്താലും മതി. ഓക്കെ, ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ എന്താണ് വ്യത്യാസം? എന്താണ് നേരത്തെക്കാളും? LHLും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആയി. നമ്മുടെ രണ്ട് അയൽക്കാരും കൂടെ ഒത്തൊരുമയുള്ളവരായി. ഇനി നമുക്ക് സമാധാനത്തോടെ അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. കാരണം നോക്കിക്കടാ, 2ന്റെ ലെഫ്റ്റ് ലിമിറ്റ്, 2ന്റെ ഇടത് സൈഡിൽ ആരാണ്? 2ന്റെ ഇടത് സൈഡിലും -3 ആണ്. 2ന്റെ തൊട്ട് വലത് സൈഡിൽ ആരാണ്? വലത് സൈഡിലും -3 തന്നെയാണ്. സോ LHL എന്ന് പറയുന്നത് LHL is equal to -3, RHL is equal to -3. Therefore LHL equal to RHL, limit exist. മനസ്സിലായ മക്കളെ? ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x = 3. അത് എത്രയാണ്? -3 ആണ്. ഇനി അത് കിട്ടുന്ന എയുടെ വാല്യൂ എഴുതാനാണ് പറഞ്ഞത് മക്കളെ. സോ എയുടെ വാല്യൂ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. A is equal to -1. ഇത്ര എഴുതി വെച്ചാൽ കാര്യം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു മക്കളെ. വളരെ എളുപ്പമുള്ള സെക്കൻഡ് ലാബായിരുന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇതങ്ങ് കോപ്പി ചെയ്യണം മക്കളെ. കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. മക്കളെ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കട്ടോ മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത്, അപ്പം ബാക്കിയുള്ള എല്ലാവരും കാണട്ടെ മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, നമ്മുടെ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് മുകളിലേക്ക് പോയി. യെസ്, അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് 2-ലാണ്. 2-ൽ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ച് വെക്കണമെങ്കിൽ നമുക്കിത് പയ്യെ നീക്കി കൊണ്ടുപോകും. നേരത്തെ പോലെ തന്നെ നീക്കി കൊണ്ടുപോയി ഇത് യെസ് കിട്ടിയല്ലോ. ഇവിടുത്തെ LHL RHL എഴുതിക്കോട്ടെ മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. LHL 2ന്റെ നേരെ ഉള്ളത് 4. യെസ്. RHL 2ന്റെ റൈറ്റ് സൈഡിലുള്ളത് യെസ് 4. ഇതിന് 4. ഓക്കെ, അപ്പൊ LHL equal to RHL അല്ലേ മക്കളെ? യെസ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ്. എഴുതി വെച്ചോ. LHL equal to RHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. Therefore ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x = 2. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ് മക്കളെ എയുടെ വാല്യൂ? എയുടെ വാല്യൂ 2. അങ്ങ് എഴുതി വെച്ചാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞേ. ഇത്രയുള്ള പരിപാടി. യെസ്, അടുത്തും കൂടെ ചെയ്യാം. നെക്സ്റ്റ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പെട്ടെന്ന് പേസ്റ്റ് ചെയ്യട്ടെ. കോപ്പി പേസ്റ്റ് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കണം മക്കളെ, കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കുക. 3 കൊണ്ട് വെച്ചപ്പോൾ കറക്റ്റായിട്ട് വന്നു. സോ ലിമിറ്റ് വാല്യൂ എത്രയാണ് മക്കളെ? 2ന്റെ നേരെ -3, LHL -3യും RHL -3യും എയുടെ വാല്യൂ 3യും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? എല്ലാ ക്വസ്റ്റിനും ഇതേപോലെയാണ് ലിമിറ്റ് കൊണ്ട് ഒരുമിച്ച് വെക്കുക. അപ്പോൾ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂ എത്രയാണോ എയുടെ അതെടുത്ത് എഴുതുക. അത്രയുള്ള പരിപാടി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് 2 sliders A and B with increment 0.1. അപ്പോൾ പുതിയൊരു ഇതെടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. എ ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ ബി മാത്രം ചെയ്യുവാണേ. ബി എന്ന് പറയുന്നത് 0.1 തന്നെയാണ്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലൈഡർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബി വന്നു 0.1. സോറി മക്കളെ, പനി പൂർണ്ണമായിട്ടും മാറാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടേ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? നമുക്ക് എക്സിന്റെ എക്സ് ആക്സിനെ നമുക്ക് π/2 മാറ്റണം. അതെങ്ങനെയാണെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ കൊണ്ട് മൂവ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് എടുക്കുക, എക്സ് ആക്സ് എടുക്കുക, ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ π/2 മാറ്റുക, എൻ്റർ അടിക്കുക. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനുശേഷം ഇവർ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കി ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ ആകുമ്പോൾ ഗുണങ്ങൾ കണ്ടല്ലോ. ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്ത ശേഷം Ctrl+P ആണ്, ചിലവർ V ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. Ctrl+P ആണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. Ctrl+V ആണ് കേട്ടോ മക്കളെ. എല്ലാവരും ഓർക്കണേ, Ctrl+P ആണ് പേസ്റ്റിന്റെ എന്ന്, അതല്ല Ctrl+V ആണ് പ്രസ് ചെയ്യേണ്ടത്. എൻ്റർ അടിക്കുക, അപ്പോൾ അവിടെ പേസ്റ്റ് ആയിക്കോളും. ഓക്കെ, ഒരുമാതിരി വൃത്തികെട്ട കളറായി പോയല്ലോ, നല്ലൊരു കളർ എടുക്കട്ടെ. ഓക്കെ, സോ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് മക്കളെ? Find the values of A and B so that the limit of the function at π/2 is 3. π/2 ഫംഗ്ഷൻ 3 ആക്കുക. 3 ആക്കുമ്പോൾ കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അത് ഓൾസോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ യുവർ ആൻസർ ഷീറ്റ്. അത് വരച്ച് വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് π/2 ലിമിറ്റ് 3 ആകുന്ന രീതിയിൽ എയും ബിയും അഡ്ജസ്റ്റ് ചെയ്യുക. അത് മാത്രമുള്ള ക്വസ്റ്റ്യൻ മക്കളെ, ഒരു പാടുമില്ല. ഞാൻ ഇവിടെ എ കൊണ്ട് താഴത്ത് കൊണ്ട് വെക്കുന്നു, ബിയും കൊണ്ട് താഴത്ത് വെക്കുന്നു. പയ്യപ്പോ അഡ്ജസ്റ്റ് ചെയ്യുക. എയുടെയും ബിയുടെയും വാല്യൂ എത്രയാക്കണോടാ? 3 ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല രസമാണ്. ഇവിടെ എ കൊണ്ട് ക്ലിക്ക് ചെയ്തു, എ ആദ്യം കൊണ്ട് 3 കൊണ്ട് വെക്കട്ടെ. 3 യെസ്, 3 കൊണ്ട് വെച്ചു. അതേപോലെ ബിയിൽ ക്ലിക്ക് ചെയ്യുക, ബിയും കൊണ്ട് 3 കൊണ്ടുപോയി. ഓക്കെ സെറ്റ് കഴിഞ്ഞു. അതിന്റെ എയുടെയും ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് മക്കളെ. എയുടെയും ബിയുടെയും വാല്യൂ എന്താടാ? നിങ്ങൾ തന്നെ എഴുതിക്കോ. എയുടെയും ബിയുടെ വാല്യൂ എന്താണ്? A = 3, B = 2. അപ്പോൾ എഴുതേണ്ട ഇത്രേ ഉള്ളൂ, എഴുതേണ്ട വേറൊന്നുമില്ല. A = 3 എഴുതുക, B = 2 എഴുതുക. A = 3, B = 2. ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ജസ്റ്റ് സ്കെച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വരച്ചോളൂ കേട്ടോ. റഫ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ വരച്ച് വെച്ചോണം. ഓക്കെ, ഇത്രയുള്ള മക്കളെ ലിമിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ലാബ് 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലാബാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ലാബിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഫംഗ്ഷനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയതാണ്. മക്കൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഗുണം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും വേറെ ഒന്നുമില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും. ചിലർക്ക് ടൈപ്പ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ നോക്കി കേട്ടോ. സോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല മക്കളെ. എന്തായാലും ഇത്രയേ ഉള്ളൂ ലാബ്. 2024 ലാബ് വേണമെങ്കിൽ അതും കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പം നെക്സ്റ്റ് ലാബായിട്ട് കാണാം. ഓക്കെ, ബൈ.